ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എങ്ങനെയാണ് ഗൾഫിലിരുന്നു കൊണ്ട് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാണല്ലോ, ഇത് അവസാനിക്കാൻ പോകുന്നു, ഹോർമൂസ് ചിലപ്പോൾ ജൂലൈ അവസാനത്തോടു കൂടി തുറക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നതാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞല്ലോ. പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും മങ്ങലേറ്റിട്ടില്ല. കാരണം ഇവർ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു അതിൻ്റെ ഒരു സീസ്ഫയറിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളിൽ അവർ ഒരു തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് എത്തിയിട്ടുണ്ട്. പിന്നീടുള്ളത് രണ്ടുപേരും ഹോൾഡ് ചെയ്ത് നോക്കുക, പരസ്പരം അവരുടെ ക്ഷമ എത്രമാത്രം അവരെ കോഴ്സ് ചെയ്യുക, അതിനുവേണ്ടി ഹോൾഡ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പ്രൊവക്കേഷൻ ഉണ്ടായത്. അത് പിന്നെ ഇപ്പോൾ ഈ അപ്പാഷ് ഹെലികോപ്റ്ററിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ. പക്ഷേ എങ്കിലും ഒരു കാര്യം വളരെ സുവ്യക്തമാണ്, രണ്ടു കൂട്ടർക്കും വീണ്ടും ഒരു ഫുൾ സ്കെയിൽ, ഒരു റീജിയണൽ ഓപ്പൺ ഫുൾ സ്കെയിൽ വാർ, ഫുൾ ഫ്ലഡ് വാറിലേക്ക് പോകാൻ ഇറാനും താല്പര്യമില്ല, USA ഒട്ടും താല്പര്യമില്ല. കാരണം അവർക്ക് ഇത് എങ്കിലും ഇവിടെ ശാശ്വതമായിട്ടുള്ള ഒരു സീസ്ഫയർ അതും സാധ്യമല്ല. ഇത് ഇപ്പം നടക്കുന്ന ടിറ്റ് ഫോർ ടാറ്റ് ആണ്. അപ്പോൾ ഇറാൻ അവരുടെ അപ്പാഷ് ഹെലികോപ്റ്റർ തകർത്തു എന്ന് അവർ അനുമാനിക്കുന്നു, അതിന് തിരിച്ചടി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, കുവൈറ്റിൽ നിന്നും ബഹ്റൈനിൽ നിന്നും ഒക്കെ US മിസൈലുകളോ അല്ലെങ്കിൽ വേറെ US വിമാനങ്ങളോ യുദ്ധവിമാനങ്ങളോ അവിടെ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഇറാനെതിരെ അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ആ ബേസിലാണ്. ഇപ്പം എന്താണ്, കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് UAE-ക്കെതിരെ അവർ ശബ്ദം ഉയർത്തുന്നില്ലല്ലോ, ഒരു അറ്റാക്കും ഇല്ല. കാരണം അവിടെ UAE-യുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ UAE അമേരിക്കയുമായിട്ടുള്ള ധാരണയുണ്ട്, ഇവരുടെ ബേസുകൾ ഇങ്ങനെ ഇപ്പം ഉപയോഗിക്കുന്നില്ല, ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക് വളരെ സമാധാനപരമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് UAE-യെ സംബന്ധിച്ചോണം. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശാശ്വതമായിട്ടുള്ള ഒരു സീസ് ഫയർ ഒരിക്കലും സാധ്യമല്ല. ഇത് പക്ഷേ ഒരു കൺട്രോൾ, ഇപ്പോഴത്തെ നടക്കുന്ന ഒരു എസ്കലേഷൻ ആണെങ്കിൽ തന്നെയും ഒരു പരിധി വരെ ഒരു കൺട്രോൾഡ് ആണ്. ഈ കൺട്രോൾഡ് എസ്കലേഷൻ അപ്പുറം പോയി കഴിഞ്ഞാലാണ് ഫുൾ സ്കെയിൽ വാറായിട്ടോ അല്ലെങ്കിൽ ഫുൾ ഫ്ലെജ്ഡ് വാറായിട്ടോ മാറാവുന്നത്. ഇപ്പോൾ രണ്ടു കൂട്ടരും അത് ആഗ്രഹിക്കാത്തതുകൊണ്ട് ഇത് ഒരു വാർ ഓഫ് അട്രീഷൻ പോലെ ടിറ്റ് ഫോർ ടാറ്റ് ഇത് നടന്നുകൊണ്ടിരിക്കും. എങ്കിലും ഒരു ഇപ്പം ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എപ്പോഴും ഓരോ നിമിഷവും മെർക്കുറിയൽ ടെമ്പറമെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഓരോ നിമിഷവും മാറാം. മെർക്കുറിയുടെ ഇത് മാറുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ എടുക്കേണ്ട, കഴിയുന്നത് ഇറാനെ കൂടുതൽ ഭീഷണിപ്പെടുത്തി അതിനെ കൂടുതൽ പിന്നെ പ്രഷർ ചെലുത്തി കൊണ്ടുകൊടുക്കാനാണെങ്കിൽ ഇറാൻ സമ്മതിക്കത്തുമില്ല. അപ്പോൾ ആ ടാക്ടിക്സ് പല പ്രാവശ്യം ട്രംപ് പ്രയോഗിച്ചിട്ടുള്ളതാണ്, അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിശ്ചയിച്ച പോലെ ഇറാനെ നിഷ്പ്രയാസം ഒരു കേക്ക് വാക്ക് പോലെ ഇറാനെ കടന്ന് ഓടാവുന്നൊക്കെയുള്ള ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. അത് നടന്നിട്ടില്ല. മാത്രമല്ല, ഇറാൻ പ്രതീക്ഷിക്കുന്നത് ബൂട്ട്സ് ഓൺ സോയിൽ, അവരുടെ അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ പിന്നീടുള്ള മേൽക്കോമി അവർക്കാണെന്ന് ഉള്ള പൂർണ്ണ ഉത്തമ ബോധ്യമുണ്ട് ഇറാൻ. അത് ആത്മവിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് വെനിസ്വേലയിൽ നടന്ന പോലെ ഒരു സംഭവം അവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം US അതിൻ്റെ പരമാവധി ശക്തി, US ഇസ്രായേലും കൂടെ ഇറാനെതിരെ നോക്കിയിട്ട് പോലും അവരെ നിർവീര്യമാക്കാൻ ഒരു പരിധിവരെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു, അവരെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രഹരശക്തി ഇപ്പോഴും ഒരു 50% ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇവിടുത്തെ നയതന്ത്ര വിദഗ്ധരും പിന്നെ മിലിറ്ററി എക്സ്പേർട്സും ആ രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു വലിയൊരു ഫുൾ സ്കെയിൽ ഒരു വലിയൊരു എസ്കലേഷനിലേക്ക് നീണ്ടു നിൽക്കുന്ന എസ്കലേഷന് പോകാൻ സാധ്യതയില്ല. അതിന് പകരമായിട്ട് ഈ 1-2 ദിവസം കൊണ്ട് ഒരു കൺട്രോൾഡ് എസ്കലേഷനിൽ പോയിട്ട് വീണ്ടും അത് ഡീഎസ്കലേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരി, ശ്രീ സിബി സത്യൻ, ഇതിനു മുൻപ് ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം അല്ലാഹുവിന് സ്തുതി എന്ന് കുറിച്ചുകൊണ്ട് പറഞ്ഞത് ഉപരോധം വലിയ വിജയമായി എന്നാണ്, ഇറാന് മേലുള്ള ഉപരോധം വലിയ വിജയമായി എന്നാണ്. പക്ഷേ ഇത് ഈ വിടുവായുത്തം എന്ന രീതിയിലല്ലേ ഇപ്പോൾ പറയുവാൻ കഴിയുകയുള്ളൂ. അടുത്ത ട്രൂത്ത് സോഷ്യലിലെ അടുത്ത സന്ദേശം വന്നിരിക്കുന്നതും ഇന്ന് രാത്രി വലിയൊരു ആക്രമണം നടത്തുമെന്ന രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയുമോ, അല്ലെങ്കിൽ അമേരിക്ക അതിന് ശ്രമിക്കുമോ? കഴിഞ്ഞ ദിവസമൊക്കെ ഇസ്രയേലാണ് ഈ സമാധാന ചർച്ചകൾക്ക് തടസ്സം നിൽക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണം പോലും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അതിൻ്റെ പേരിൽ നെതന്യാഹുവുമായിട്ട് ആശയവിനിമയത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രൂത്ത് സോഷ്യലിലൂടെ വെറും മുന്നറിയിപ്പ് എന്ന രീതിയിൽ മാത്രം കണ്ടാൽ പോരെ ഇതിനെ? മഞ്ജുഷേ, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ സൈക്കാട്രിക് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തെ നയിക്കുമ്പോഴുണ്ടാകുന്ന
അടിസ്ഥാനപരമായ കുറേയേറെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് മറ്റേ ട്രെവർ നോഹ എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ അയാളുടെ ഒരു പരിപാടിയിൽ പറഞ്ഞതുപോലെ ട്രംപിനെ എങ്ങനെയാണ് ജനത്തിന് വോട്ട് ചെയ്യാൻ പറ്റിയത് എന്ന് പുള്ളി ഒരു തമാശ പരിപാടിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഒരാളാണ്, ഇദ്ദേഹം ഇനി ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ ജനതയ്ക്ക് വോട്ട് ചെയ്യാൻ തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്ത ആൾക്കാർക്ക് എന്ത് മാനസികാവസ്ഥയാണുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇത്രയേറെ പ്രതിസന്ധികളുള്ള ഈ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ ഭരണാധികാരിയാവുക, ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധപ്പരയുടെ കയ്യാളാവുക എന്നൊക്കെ പറയുന്നത് അതിമാരകമായ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം അടുത്ത കാലത്തായിട്ട് ഞാൻ കുറച്ചധികം വാർത്തകൾ വായിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഇത് ഇറാൻ അമേരിക്ക വാർ, ഹോർമോസ് സ്ട്രൈറ്റിൽ നടക്കുന്ന ഈ വാർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊക്കെ കാണുന്നത് പോലെ വെറും ഒരു ഓയിൽ അസറ്റിന് വേണ്ടിയിട്ടുള്ള വാർ മാത്രമല്ല. അതിന് പിന്നിൽ ഒരുപാട് മാനിപ്പുലേഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടക്കുന്നു എന്നാണ് ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ, തന്റെ സ്വന്തം മാധ്യമത്തിലൂടെ ട്രംപ് ഓരോ അനൗൺസ്മെന്റ് നടത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും അമേരിക്കൻ ഫ്യൂച്ചേഴ്സിലും അങ്ങനെയുള്ള എല്ലാ കോൺട്രാക്റ്റുകളിലും ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ നടക്കുന്നു. ഈ ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ നടക്കുകയും ഇതനുസരിച്ച് ഓയിലിന്റെ പ്രൈസ് മാരകമായി വ്യത്യാസം വരികയും ചെയ്ത ശേഷമാണ് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, ഷോർട്ട് സെല്ലിങ്ങിനുള്ള അവസരം കൊടുക്കുന്നു, വൻതോതില് കോൺട്രാക്റ്റുകൾ വിറ്റഴിക്കപ്പെടുന്നു, ട്രേഡേഴ്സ് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ ലാഭം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി സ്ഥിരമായിട്ട് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ കാണുന്നത്, അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ട്രംപ് എന്ന് പറയുന്നത് എന്തെല്ലാം ഭ്രാന്തത്തരം പുള്ളിക്ക് ഉണ്ട് എന്ന് നമ്മൾ ആരോപിച്ചാലും ട്രംപിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത അയാളൊരു വലിയ ബിസിനസ്സുകാരനാണ് എന്നുള്ളതാണ്. അയാൾ ട്രംപ് ടവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലോകം മൊത്തം വിറ്റഴിച്ച് അതിൻ്റെതായ രീതിയിൽ സാമ്പത്തിക ശേഷി ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പൊ ട്രംപിന്റെ ബിസിനസ് അക്യുമനെ നമ്മൾ ആരും ചോദ്യം ചെയ്യരുത്. ട്രംപിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്താനുള്ള ട്രംപിന്റെ കഴിവിനെ അത് ചോദ്യം ചെയ്യരുത്. അത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നടത്താമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. അപ്പൊ അതിനെ മറുപടി പറയേണ്ടത് അമേരിക്കയിലെ റെഗുലേറ്ററി അതോറിറ്റികളും അമേരിക്കയിലെ നിയമ സംവിധാനങ്ങളുമാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു കാര്യം വളരെ കൃത്യമാണ്, അടുത്ത കാലത്ത് ട്രൂത്ത് സോഷ്യലിലെ ഓരോ പ്രഖ്യാപനത്തിനു മുമ്പും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ, അമേരിക്കൻ കമ്മോഡിറ്റി മാർക്കറ്റിൽ കോടാനുകോടി ഡോളറിന്റെ ഇടപാടുകൾ നടക്കുന്നുണ്ട്, കോൺട്രാക്റ്റുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഈ ഇടപാടുകൾ നടക്കുന്നു, അതിന് പിന്നാലെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അടുത്ത പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അതിന് തൊട്ടു മുമ്പ് ഇടപാട് നടത്തിയവർക്കെല്ലാം ബില്യൺ കണക്കിന് ഡോളറിന്റെ ലാഭം ഉണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ട്രംപ് ഓരോ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പും ഒരു കൂട്ടം ആൾക്കാർ അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഗുരുതരമായ ഒരു സാമ്പത്തിക കുറ്റത്തിന്റെ പരിധിയിൽ വരാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇറാനിൽ നടക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത്, ഇറാനിൽ ഇപ്പൊ ഈ ആക്രമണം നടക്കുമ്പോൾ, ഓരോ ഷിപ്പും ആക്രമിക്കപ്പെടുമ്പോൾ, ഓരോ എന്താ പറയുന്നത് സ്ഥലവും ബോംബിടപ്പെടുമ്പോൾ ഇവിടെ ബില്യൺ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.